നിബിതങ്ങൾ പറയുമായിരുന്നുവല്ലോ, അൻത മഅ മൻ അഹ്ബബ്ത, നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നുവോ നിങ്ങൾ അവരോടൊപ്പമാണ്. അൻത മഅ മൻ അഹ്ബബ്ത, ആരെയാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ അവരോടൊപ്പമാണ്. ഏറ്റവും അർത്ഥവത്തായൊരു വാക്കാണത്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, മാ സമിഅനാ മുൻദു അസ്ലംനാ, ഇസ്ലാമിലേക്ക് ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടിയതിന്റെ ശേഷം, മുസ്ലിമാവാൻ ഭാഗ്യമുണ്ടായതിന്റെ ശേഷം ഇത്രയും സന്തോഷകരമായ ഒരു വാക്ക് നിബിതങ്ങളിൽ നിന്ന് ഞങ്ങൾ മറ്റൊന്നും കേട്ടിട്ടില്ല. നിങ്ങൾ സ്നേഹിക്കുന്നവരോടൊപ്പമാണ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ആരെ വേണമെങ്കിലും സ്നേഹിക്കാം. ആ സ്നേഹിക്കപ്പെടുന്ന ആൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളാണോ അവരോടൊപ്പം സ്വർഗത്തിലേക്ക് പോകാം. ആ സ്നേഹിക്കപ്പെടുന്ന ആൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ആളാണോ അയാളുടെ കൂടെ നരകത്തിലേക്കും പോകാം. ആർക്കും ആരെയും സ്നേഹിക്കാം. നമ്മുടെ യുവജനങ്ങൾക്കിടയിലൊക്കെ പല ഹീറോകളുണ്ടാവും, സെലിബ്രിറ്റികളുണ്ടാവും, ഫിലിം സ്റ്റാറുകളുണ്ടാവും, സ്പോർട്സിലെ പ്രധാനപ്പെട്ട അത്ലറ്റുകളുണ്ടാവും. വലിയ കടപ്പാടും സ്നേഹവും അവരുടെ ഹെയർ സ്റ്റൈലും ചെറുപ്പക്കാരൊക്കെ അവരുടെ ജേഴ്സി നമ്പർ അല്ലെങ്കിൽ അവരുടെ ഡ്രസ് കോഡ് അതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യും, അനുകരിക്കുന്ന സ്വഭാവം കാണാൻ പറ്റും. അതൊരു തരം നമ്മുടെ കടപ്പാട് നമ്മൾ ബോധിപ്പിക്കുകയാണ്. അപ്പൊ അവരോടൊപ്പം അവർ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളാണോ? എന്നാൽ പിന്നെ സ്വർഗത്തിലേക്ക് അല്ലയോ? തിരിച്ചു. അതുകൊണ്ടാണ് തശബ്ബുഹു ബിസ്സാലിഹീന ഖൈർ, സജ്ജനങ്ങളായ ആളുകളുടെ അവരോടൊപ്പം നമ്മൾ അവരുമായി ഇമിറ്റേഷൻ ചെയ്യുന്നത് ഏറ്റവും വലിയ നന്മയാണ് എന്ന് പറയാൻ കാരണം. കൂടൂലേ, എന്നാലിപ്പോ വേറെ പറയാൻ പറ്റുള്ളൂ. നല്ലൊന്ന് എവിടെയോ ഒന്ന് തിരിച്ച് ശരിയാവാണ്ട് കുറച്ച് നല്ലൊരു രസമുള്ള സൗണ്ട് വരണം. അപ്പോ അതിനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മള് ശരിക്ക് റെയിൽമ കയറുള്ളൂ. തശബ്ബുഹു ബിസ്സാലിഹീൻ, സജ്ജനങ്ങളുടെ മാർഗത്തിലേക്ക് നമ്മൾ അവരെ ഇമിറ്റേറ്റ് ചെയ്യുക. ഒരു ചെറിയ ഉദാഹരണം പറയാം. നേരത്തെ നമ്മൾ കുട്ടികളൊക്കെ കളിക്കാരൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെ നമ്മുടെ നാട്ടിൽ നമുക്ക് ചിലരൊക്കെ പറയുമ്പോ ഈ തലയ്ക്കെട്ട് കെട്ടുന്നത് അതിപ്പോ സുന്നത്താണോ? തല മറക്കണത് അതിപ്പോ ഒരു അറബികളുടെ ആചാരല്ലേ, അതിപ്പോ സുന്നത്തായിരുന്നോ? നീളംകുപ്പായ ഇടുന്നത് നബി തങ്ങൾ ഇട്ടിട്ടുണ്ട്, ശരി തന്നെ, അതിപ്പോ സുന്നത്തൊന്നുമില്ലല്ലോ. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെയാണ് നമുക്ക് പാന്റും കുപ്പായൊക്കെ ഇട്ടിട്ട് ഖുത്ബ ഓതുന്നതൊക്കെ കാണാൻ പറ്റുന്നത്. അതിലിപ്പോ എന്താ, കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ തല തീരെ മറക്കാതിരിക്കുക, അതൊന്നും ഇസ്ലാമിലില്ല, അതൊക്കെ ബിദ്അത്താണ്, അങ്ങനെ പറയാ. അത് ചെറിയൊരു അസുഖമാണ്. ചികിത്സിച്ചാൽ മരുന്ന് കുടിച്ചാൽ ശരിയാവുന്ന അസുഖമാണത്. ഒന്നുമല്ല, നമ്മളൊരു പാന്റും ഷർട്ടും ഇടുമ്പോൾ നമ്മൾ ആരെയാണ് അനുഗമിക്കുന്നത്? നമ്മളൊരു കന്തുറ ധരിക്കുന്നു, തലമറക്കുന്നു, തലപ്പാവ് ധരിക്കുന്നു, അവിടെ നിങ്ങൾ ആരെയാണ് അനുകരിക്കുന്നത്? ഇത് നോക്കിയാൽ മതി. അത്രയേ ഉള്ളൂ അവിടെ വിഷയം. ഇത് സുന്നത്താണോ ഫർളാണോ, കൂലി കിട്ടുമോ ഇല്ലയോ എന്ന ചർച്ച മാറ്റിവെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ചെയ്തു, അതുകൊണ്ട് ഞങ്ങളത് ചെയ്യുകയാണ്. തങ്ങൾ മക്കം ഫതഹിലേക്ക് വരുമ്പോൾ കറുത്ത ഒരു തലപ്പാവ് ധരിച്ചുകൊണ്ട് തങ്ങൾ വന്നു. അങ്ങനെയാണ് തങ്ങൾ തലമറക്കുന്ന ശീലം തങ്ങളുടെ ശീലമാണ്, തങ്ങളുടെ ചര്യയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഉംറ നിർവഹിക്കാൻ വേണ്ടി പോകുമ്പോൾ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ, ഉംറയുടെ ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ തലമറക്കരുത് എന്ന് പറയാൻ കാരണം, ഉംറയ്ക്ക് ഇഹ്റാം കിട്ടിയാൽ എന്ത് ചെയ്യാൻ പാടില്ല? പുരുഷന്മാർ തലമറച്ചുകൂടാ. അതിന്റെ അർത്ഥം സ്വാഭാവികമായും അവർ തലമറക്കുന്നവരാണ്, ഉംറയ്ക്ക് പറ്റൂല എന്നാണ്. സ്വാഭാവികമായും തലമറക്കുന്ന ശീലമുള്ളത് കൊണ്ടാണ് ഉംറ ചെയ്യുമ്പോൾ പാടില്ല എന്ന് പറയാൻ കാരണം. എന്തോ ആയിരിക്കട്ടെ, നമ്മളിതിൽ ആരെയാ അനുഗമിച്ചത്? ആരെയാണ്? അഷ്റഫുൽ ഖൽഖിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പാന്റ് കുപ്പായയുടെയാണ്. നമ്മൾ ആരെയും അനുഗമിക്കുന്നത്? ഒരുപക്ഷെ ഇംഗ്ലീഷുകാരായിരിക്കും. നമ്മൾ കോണം കെട്ടി നടക്കുന്ന കേരളത്തിലൊന്നും പാന്റും കുപ്പായം ഇട്ട ശീലം പാരമ്പര്യത്തിലില്ല നമുക്ക്. അത് ബ്രിട്ടീഷുകാരൻ കൊണ്ടുവന്നതാണ്, അല്ലേ? അപ്പൊ നമ്മൾ പാന്റ് കുപ്പായയുടെ മെഹ്റാബിലേക്ക് ഒന്ന് ഖുത്ബ ഓതി. ഖുത്ബ സ്വഹീഹാണോ? സ്വഹീഹാൻ. പക്ഷേ ആരെയാണ് നിങ്ങൾ അനുഗമിച്ചത് എന്ന് നോക്കുമ്പോ ഒരു കടപ്പാട്, നമ്മുടെ കടപ്പാട് ആരോടാ? നബി തങ്ങളോടാ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ആ ഒരു ആത്മീയമായ സ്നേഹബന്ധം അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. ന്യായമായും ഒരു മനുഷ്യന് ന്യായീകരിക്കാൻ പറ്റും, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ അത് സുന്നത്താണെന്നൊക്കെ തെളിയിക്കും. പക്ഷെ അതല്ല ഇവിടെ വിഷയം. തശബ്ബുഹു ബിസ്സാലിഹീൻ, സജ്ജനങ്ങൾ, നബിതങ്ങളുടെ ചര്യയെ സംബന്ധിച്ച് തന്നെ ഉലമാ പറഞ്ഞിട്ടുള്ളത് നബിതങ്ങളുടെ ആദത്തുകൾ നമ്മുടെ ആദത്തുകളാക്കി മാറ്റണമെന്നാണ്. അവിടുത്തെ ഹാബിറ്റുകൾ നമ്മുടെ ഹാബിറ്റുകളാണ്. അവിടുന്ന് സുന്നത്തായി പഠിപ്പിച്ചിട്ടില്ലാത്തതുപോലും നബിതങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഞാനത് ചെയ്യുകയാണ്. അങ്ങനെയാണ് സത്യവിശ്വാസി വേണ്ടത്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലൊന്നും വസ്വാസുണ്ടാകരുത് എന്ന് ഒന്ന് ആദ്യമായി സൂചിപ്പിക്കുകയാണ്. തശബ്ബുഹു ബിസ്സാലിഹീൻ. അനസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഫഇന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു വഉഹിബ്ബു അബാ ബക്കർ ഇബ്നു ഉമറ വഇൻ ലം അമൽ ബിഅഅമാലിഹിം അർജു അൻ നകൂന മഅഹും വഇൻ ലം അമൽ ബിഅഅമാലിഹിം. ഞാൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നു, അവന്റെ റസൂലിനെ സ്നേഹിക്കുന്നു. ഫഇന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു വഉഹിബ്ബു അബാ ബക്കർ വഉമറ. അബൂബക്കർ എന്നവരെ സിദ്ദീഖ് തങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ സ്നേഹിക്കുന്നു. അർജു, ഞാൻ കൊതിക്കുകയാണ്, അന്നകൂന മഅഹും, അവരോടൊപ്പം ഞാൻ സ്വർഗ്ഗത്തിലെത്തുമെന്ന് കൊതിക്കുകയാണ്. വഇല്ലം അഅമൽ ബിഅമാലിഹിം, അവർ ചെയ്ത നന്മ ഒരു പക്ഷേ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല, എന്നാലും എനിക്ക് അവരോട് ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് ഈ ഹദീസിനെ വിവരിച്ചുകൊണ്ട് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു അടിസ്ഥാനപരമായ ഒരു ബേസിസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ചർച്ച ഇവിടെ ആരംഭിക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കൂടാനില്ലേ? ഒന്ന് മയക്ക മാറ്റിട്ടോ. അപ്പൊ വിശുദ്ധമായി റമദാനിൽ നമുക്ക് ആ വഴിക്കാണ് ചിന്തിക്കാനുള്ളത്. മാറ്റമുണ്ടല്ലോ അല്ലേ? അതുകൊണ്ടല്ലേ പറയണ മൂല്യർക്കും തോന്നുന്നത് മാറ്റം, കേൾക്കുന്നത് നിങ്ങൾക്കും തോന്നുന്നത്. അപ്പോ അൽഹംദുലില്ലാഹ് കുറയരുത്, അങ്ങോട്ടെ കൂട്ടാണെ കൂട്ടിക്കോളി. അപ്പോ കുറെ നല്ല സജ്ജനങ്ങളായ ആളുകളെ നമുക്കിവിടെ പരിചയപ്പെടണം. ഒരുപാട് സജ്ജനങ്ങളായ സ്വാലിഹീങ്ങൾ, മുൻഗാമികൾ, അവരെയാണ് നമ്മൾ സലഫ് സ്വാലിഹീങ്ങൾ എന്ന് പറയാം. മുൻഗാമികളായ സജ്ജനങ്ങൾ, അവർ അല്ലാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയത് എങ്ങനെയാണ്, അവരുടെ ജീവിതത്തിലെ മഹോന്നതമായ മൂല്യങ്ങൾ എന്തൊക്കെയായിരുന്നു, ഇതാണ് നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ പറയുന്നത്. അല്ലാഹു ഇത് പറയുമ്പോൾ നമ്മൾ അവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുകയാണ്. നമ്മളും അവിടെയും അവരും നമ്മളും അവരും എവിടെയായിരുന്നു എന്ന ആ ഒരു ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്യാൻ കഴിയണം. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.